ഹായ് ഹലോ നമസ്തേ കഫ്ലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് എമ്പുരാന്റെ ടീസർ റിലീസിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്റർ രാവിലെ അല്ലേ 9 മണിക്ക് പോസ്റ്റർ രണ്ടെണ്ണം, ഒന്ന് ടൊവിനോയുടെ ബർത്ത്ഡേ അത് വന്നിട്ടുണ്ട്, പിന്നെ 9 മണിക്ക് ഇന്ന് രാവിലെ അല്ലേ, ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അപ്പൊ പോസ്റ്ററും അതിന്റെ ഡീകോഡിങ് പരിപാടി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ഡീകോഡിങ് നോക്കാം. നമുക്ക് ടൊവിനോയുടെ പോസ്റ്റർ നോക്കാം. പവർ ഈസ് ആൻ ഇലൂഷൻ. ഇലൂഷൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഇലൂഷൻ വെച്ചാൽ ഭ്രമം. അധികാരം ഒരു ഭ്രമമാണെന്ന അങ്ങനെ പറയാം. ഇലൂഷൻ എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഇലൂഷനാണ്. എടാ, അധികാരം ഉണ്ട് തോന്നും, പക്ഷെ ഇല്ല. അധികാരം ആരെയിലാണ് ഇരിക്കണത്? സ്റ്റീഫൻ അങ്ങനെ ആയിരിക്കും. പിന്നെ PK രാംദാസ് അച്ഛന്റെ ഫോട്ടോക്ക് മുമ്പിലാണ് നിൽക്കണത്. പക്ഷെ ഫോട്ടോക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞാണ് നോക്കുന്നത്, നോട്ടം ബാക്കിലോട്ടാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി വന്ന് നിൽക്കുന്ന. പിന്നെ വേണ്ട ഈ ഒരു ഇത് കണ്ട, അത് ഈ സാറ്റേണിന്റെ സിമ്പൽ ഇങ്ങനെയാണ് പറയണത്. റൂമറുകളാണ് ഓരോന്ന് നോക്കിയ, പക്ഷെ അതുപോലെ സാമ്യതയുണ്ട്. ഈ ഒരു കുരിശും അതിനകത്ത് ഇങ്ങനത്തെ ഒരു 2 പോലത്തെ എഴുതിയിരിക്കുന്നത്. പക്ഷെ 2 പോലെ എഴുതിയിരിക്കുന്നത് അത് എന്തോ സ്റ്റാൻഡ് പോലാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവര് ഇപ്പൊ ലൂസിഫർ ഇറങ്ങിയ സമയത്തും പോലും നമ്മൾ ഈ പോസ്റ്ററുകളും അതുപോലെ ട്രെയിലറിന്റെ കട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യേകതരം സമയങ്ങൾ അവരെടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. 2 മിനിറ്റ് 22 സെക്കൻഡ് ഇറങ്ങുന്ന ടൈം, ചിലപ്പോൾ 6 മണി, അതുപോലെ മറ്റേ 3-6 അങ്ങനെയൊക്കെ കുറെ. നമ്മൾ ഈ 369 എന്ന് പറയുന്ന ആ നമ്പരേ, മമ്മൂട്ടി നമ്പർ അല്ല പറയണത്, 369 എന്ന് പറയുന്ന ആ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു മീനിങ് ഉണ്ട്, എന്തോ ഒരു പവർഫുൾ ഇതൊക്കെ പോലെയാണ് ചെകുത്താൻ നമ്പർ. അപ്പൊ ഇതെല്ലാം ഇലുമിനാറ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഇതാണ് ഒരു. അത് തന്നെ പോസ്റ്ററിലും അത് തന്നെയാണ് വരുന്നതാണ്. ഈ ഒരു സ്റ്റാൻഡിന്റെ ഒരു അത് കണ്ടിട്ട് സാറ്റന്റെ സിമ്പിളാണ്, സാറ്റന്റെ സിമ്പിൾ വെച്ച് ഇലുമിനാറ്റി ആയിട്ട് ബന്ധമുണ്ട്. ചുമ്മാ എന്തെങ്കിലും വന്നാ പിന്നെ കുറെ നമ്മളും അതിനെപ്പറ്റി. പിന്നെ വവ്വാലിന്റെ സിമ്പിൾ ഉണ്ട്. അതും ഈ ഒരു വവ്വാലി, അവിടെയൊക്കെ വവ്വാലി എന്ന് പറയുന്നത്. വവ്വാല് നിങ്ങളവിടെ ഇതെങ്ങനെയാണ് എടുത്തും പറയണത് തന്നെ വവ്വാലെന്ന്? പിന്നെ നരിച്ചീര് ഇതല്ല അല്ലല്ലേ, നമ്മളവിടെ വവ്വാലെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളവിടെ വേറെ പറയല്ലോ വവ്വാല് തന്നെ. എന്നാലും കമന്റ് ചെയ്ത് അങ്ങനെ അതുമായിട്ടും കണക്ട് ചെയ്ത പോലെ റൂമറുകൾ വരുന്നത്, കുറച്ച് റൂമറുകൾ. അപ്പൊ എന്നാലും നമ്മൾ ഫ്രെയിം നോക്കിയാലും ഇലുമിനാറ്റിയുടെ ഫീലിംഗ് അവര് തരണുണ്ട്. ചിലപ്പോ അവര് അങ്ങനെ പോലും വിചാരിച്ച് കാണൂല. നമ്മള് ഇങ്ങനെ ഓരോന്ന് അടിച്ചിറക്കണം ആൾക്കാര്, അതാണല്ലോ സിനിമയില്. അങ്ങനെയല്ലായിരുന്നു തന്നെ അടിച്ചു വന്നു അങ്ങനെ ഒരു. പിന്നെ ഇന്ന് വന്ന അത് നമ്മൾ എടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ തോന്നി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഒരു മറ്റേ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഒരു ഹെലികോപ്റ്ററിന്റെ ആ ടൈമിൽ ബാക്കിൽ തിരിഞ്ഞ് ഒരു ഗണ്ണും കൊണ്ട് നിൽക്കുന്ന, അപ്പൊ അതൊരു യുദ്ധത്തിന്റെ ഒക്കെ ഒരു ആംബിയൻസ് ഉണ്ട് സ്വാഭാവികമായിട്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പം ഇത് ഈ ബാക്കിലത്തെ ഇത് കണ്ടോ, ഒരു പിരമിഡ് പോലെ പൊങ്ങി നിൽക്കണത്. ഇത് ഫ്രാൻസിലത്തെ പ്ലേസ് ഡി, അതിന്റെ പേരെന്തുവാ കണ്ടത്, പ്ലേസ് ഡി ലാ കോൺകോർഡ് ഇതുപോലെ ഇരിപ്പില്ലേ? ഉണ്ട്, ശരിയാണ്. ഇത് അത് തന്നെയാണെന്നല്ല, പക്ഷെ ഇത് കറക്റ്റ്. ഞാൻ ഗൂഗിൾ ലെൻസ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് വന്നത് തന്നെ. അതൊരു പുതിയ അറിവാണല്ലോ. എന്തോന്നും പ്ലേസിന്റെ പേരെന്ത്? ഫ്രാൻസിലെ പ്ലേസ് ഡി ലാ കോൺകോർഡ് അതുപോലെയാണ് എനിക്ക്. പക്ഷെ എനിക്കിത് യുദ്ധത്തിന്റെ ഈ ഇസ്രായേൽ പാലസ്തീൻ ആ യുദ്ധമൊക്കെ ഉണ്ടല്ലോ, ഇത് ഫ്രഞ്ച് റെവല്യൂഷന്റെ കാലത്ത് ഉണ്ടാക്കിയാണ്. അത് പക്ഷെ 1800 സംതിങ്ങിലാണ്. ഈ നമ്മുടെ എമ്പുരാന്റെ കാലഘട്ടം 1900 1986 സമയമാണ്. പിന്നെ ഇതിനകത്തെ ഇത് ഫുള്ള് കണ്ടോ, ഒരു ഡസ്റ്റ് ഉണ്ട്. അത് ഈ വണ്ടിയുടെ ഇപ്പൊ ഫ്രാൻസ് ആണെങ്കിൽ ഇത്രയും ഭയങ്കര പൊടി അങ്ങനെ ഒന്നും വരത്തില്ല. ഇതൊരു ഏതൊരു പേർഷ്യൻ രാജ്യങ്ങൾ പോലെയാണ്. ഈജിപ്ത്, പേർഷ്യൻ രാജ്യങ്ങളാണ്. പിന്നെ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു യുദ്ധം നടന്ന് ഈ ഫുള്ളായിട്ട് അവർ തകർന്നിട്ടുണ്ട്. ഒരു രാജ്യം മൊത്തത്തിൽ തകർന്നിട്ട് അതിനൊരു റീബിൽഡ് ചെയ്യാനുള്ളൊരു ഇതില്ലേ? എനിക്ക് അങ്ങനെ ഒരു തോന്നല്. കാര്യം ഒരു നിൽക്കണം ഒരു യുദ്ധത്തിന്റെ. ഇപ്പൊ ഇലുമിനാറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പവർ നോക്കുകയാണെങ്കിൽ ഒരു
അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൺട്രോളിലാണല്ലോ എല്ലാം. അപ്പൊ ഒരു കാര്യം തകർന്നു കഴിഞ്ഞാൽ അതിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പവറും അവർക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തേക്ക് ഒരു ഇത് തോന്നാനുള്ള ഒരു ഇത് സാധ്യത ഉണ്ട്. നീ ഒരു ഇത് കണ്ടായിരുന്നു ക്യാപ്ഷൻ, ഞാൻ അതൊരു ഗ്രൂപ്പിൽ കണ്ടേണേ. ഇത് ഒരു ക്യാപ്ഷനാണ് കണ്ട, പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക് അടങ്കലെടുത്ത് നടത്തി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ ഡാർവർ റിസർച്ചിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ഗോവർദ്ധൻ അതിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോ പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക്സ് അടങ്കലെടുത്ത് നടത്തിയിരുന്നു. അതായത് വാറിന് ശേഷമുള്ള റീകൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ കമ്പനി അതല്ലെന്ന് മറ്റേ ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് ഒരു ഫീൽ. അടങ്കലെടുത്ത് നടത്തിയിരുന്നത് എന്റെ ഡാർക്ക് വെർബസ് റിസർച്ച് ഗോവർദ്ധൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. മറ്റേ പുള്ളിന്റെ വെബ് ക്യാം ഒക്കെ വെച്ചിട്ട് ഉണ്ട്. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ മറ്റേ ഇതില് പറയാം, മറ്റേ ഖുറേഷി എബ്രഹാം ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറയണത്. എന്നിട്ടാണ് ലാസ്റ്റില് പറഞ്ഞു നിർത്തണത് ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ നെക്സ്റ്റ് ലൈക്ക് ഇലുമിനാറ്റി. അത് തന്നെ. അതിൽ ഫുള്ള് ഇത് പറയണുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി. ഒന്നുകൂടി ലൂസിഫർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഡോറ് കണ്ട, ഇപ്പം ഇതിനകത്ത് ലാലേട്ടനാണെങ്കിൽ ആരെയാ കാണാൻ വന്നേക്കണേണ്. ചിലപ്പോ നമ്മുടെ മറ്റേ ഡോങ്ലി ആണ് അകത്തിരിക്കണമെങ്കിൽ. ആർക്കറിയാം, അതുണ്ടെങ്കിലോ. പിന്നെ വലിയ വാതിലൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ അകത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ ആവണം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ സൈഡ് ഉണ്ടെന്നൊക്കെ. ലുക്ക് ഒറ്റ ഫ്രെയിമിന്റെ ലുക്ക് തന്നെ നോക്കടാ. മനസ്സില് ഇത് കണ്ട എവിടെ എന്താ കാറൊക്കെ പൊട്ടി. നമ്മളൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, നമ്മളെ ഫ്രണ്ട് ഉണ്ട് സജിൻ. അപ്പൊ അവൻ പറഞ്ഞ് ടോവിനോണ് വില്ലൻ. നിങ്ങൾക്ക് തോന്നുന്നു അതങ്ങനെ പലതും പറയും. പലതും പറയും. മഞ്ജു വാര്യരാണ് വില്ലൻ എന്റെ അടുത്ത് പറയുന്നത്. ഒരു കണക്കിന് തുടരും മാറിപ്പോയത് ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. കംബാക്ക് വരുമ്പോ ഇങ്ങനത്തെ ഒരു പടം തന്നെ. പിന്നെ എക്സ്പെക്ടേഷൻ ഇൻഡസ്ട്രിയുടെ ഹിറ്റോടെ ഒരു കംബാക്ക്. ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പോഴും ഉറപ്പ് തന്നെ കേട്ടോ. അത് ഉറപ്പാണ്. ഇപ്പൊ ലിയോ നമ്മൾ കണ്ടപ്പോഴും നമുക്കൊരു പടത്തിനൊരു മിക്സഡ് റിവ്യൂ, ഒരു ആവറേജ് വന്നെങ്കിൽ പോലും ലിയോയുടെ കളക്ഷൻസ് ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞില്ലേ. എന്നിട്ട് ഞാനൊക്കെ 2 പ്രാവശ്യം കണ്ടു പടം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പടത്തിന് ഇത്ര വലിയൊരു ബിഗ് ഫ്രാഞ്ചൈസിൽ നിൽക്കുന്ന സമയത്ത് പടം ഒരു ആവറേജ് ഇതായ വരെ അതിനുള്ള ഒരു ഇതുണ്ട്. പിന്നെ പുള്ളിയുടെ ഫ്രെയിംസ് ആണ് ആ ക്വാളിറ്റി. നമുക്കൊരു ഇൻഡസ്ട്രി അതാണ് ഇൻഡസ്ട്രി. പിന്നെ പുള്ളി പറഞ്ഞു മറ്റേ ഈ ഇടയ്ക്ക് ഒരു ട്വിറ്ററിലൊക്കെ ഇട്ടിരുന്നു പഴയ പോലെയാണ് റേഷ്യൂര് അത് കട്ട് ചെയ്ത് സ്ക്രീനിന്റെ അത് പഴയ പോലെയാണ്. ഇപ്പൊ ലൂസിഫർ നീ ശ്രദ്ധിച്ചായിരുന്നു സ്ക്രീനിന്റെ റേഷ്യൂര് അതുപോലെ തന്നെ ഇതിൽ ഷൂട്ട് ചെയ്തേക്കണത്. എന്തായാലും 26-ാം തീയതി ടീസറാണ്. ഇപ്പൊ ടീസറിന്റെ റിയാക്ഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ കാണൂലേ? എന്തായാലും കാണും. നമ്മൾ ഒരുപാട് എല്ലാ ഫ്രണ്ട്സും അന്ന് വെയിറ്റിംഗ് ആണ്. അന്ന് സൺഡേ ആണ്. അന്ന് ഇവിടെ പിന്നെ കാണും. അന്ന് ലാലേട്ടന്റെ എമ്പുരാന്റെ ഇത് ഇറങ്ങും. അതുപോലെ തന്നെ വിജയുടെ 69-ന്റെ പോസ്റ്റർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ റിയാക്ഷനായിട്ട് നമ്മൾ വരുന്നതാണ്. ലൈൻ കട്ട്.